ഈ സ്വർണ്ണത്തിന് ഇത്രയും വിലയുള്ള ടൈമിൽ എൻ്റെ ഒരു കമ്മൽ പോയി പറഞ്ഞാൽ എത്ര സങ്കടം ഉണ്ടാവും. എൻ്റെ കമ്മൽ പോയിട്ട് കമ്മലിൻ്റെ ഫ്രണ്ടത്തെ ഭാഗം കിട്ടി, ബാക്കത്തെ പിരി എവിടെയാണ് പോയെന്ന് അറിയില്ല കേട്ടോ. ഞാൻ തപ്പി വീട് ഫുള്ളും എല്ലാം അടിച്ച് വാരി തപ്പി കഷ്ടപ്പെട്ട് തപ്പി നോക്കി, എന്നിട്ട് ഒരു രക്ഷയിൽ ഇതുവരെ കിട്ടിയിട്ടില്ല കേട്ടോ. ഇപ്പോൾ ഒരു സമാധാനം എന്ന് പറയുന്നത് പിരി മാത്രമാണ് പോയിട്ടുള്ളൂ എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ആ സങ്കടത്തിൽ ഞാൻ പോയി ചെടിക്കൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ചു കേട്ടോ. പിന്നെ മുളകിൻ്റെ വിത്തൊക്കെ ഒന്ന് ഞാൻ പാകി വെച്ചിട്ടുണ്ട് കേട്ടോ. വെച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. പിന്നെ നോക്കുമ്പോൾ ആ പ്രാവ് വന്ന് അതിലിരുന്ന് മാന്തി കളിക്കുക. പിന്നെ ഞാൻ വിചാരിച്ചൊരു കാര്യമുണ്ട്, നമ്മുടെ നാട്ടിലത്തെ കോഴികൾ മാത്രമാണ് ഈ പച്ചില കൊത്തി തിന്നുള്ളൂ എന്നാണ്. പക്ഷെ അല്ല, ഈ പ്രാവും തിന്നുന്നുണ്ട്. ഒന്നും വളർത്താൻ പറ്റുന്നതിന് സമ്മതിക്കില്ല എന്ന് തോന്നണം കേട്ടോ. അങ്ങനെ വൈകുന്നേരമായി, വിളക്കൊക്കെ വെച്ച് നാമം ജപിച്ചു കേട്ടോ. എൻ്റെ കമ്മലൊന്ന് തിരികെ തരണേന്നൊക്കെ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. കിട്ടുമെന്ന് എനിക്കറിയില്ല. ഇവിടെ എവിടെയോ ഉണ്ട് ഉള്ളിൽ, പക്ഷെ ഒന്ന് തപ്പി നോക്കണം ഒന്നുകൂടി. പിന്നെ ഇന്നത്തെ നമ്മുടെ ഡിന്നർ ചപ്പാത്തിയാണ് കേട്ടോ. ഈ നോർത്ത് ഇന്ത്യൻസ് ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഉപ്പിടില്ലാത്ത, അത് ഞാൻ കുറച്ച് ദിവസം മുന്നെയാണ് ഈ നഗ്ന സത്യം പറഞ്ഞു കേട്ടോ. വെറുതെ അല്ല, ഞാൻ ട്രെയിനിൽ വരുമ്പോൾ റൊട്ടി മേടിച്ചപ്പോൾ ചപ്പാത്തി മേടിച്ചപ്പോൾ അതിൽ ഉപ്പുണ്ടായിരുന്നില്ല. ഞാൻ വിചാരിച്ചു ഇവർ മറന്നതായിരിക്കും ഇടാന്ന്. ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായത്. നമ്മൾ ചപ്പാത്തിയുടെ കൂടെ അടിപൊളി കോളിഫ്ലവർ കറിയാണ് കേട്ടോ വെക്കണത്. ഇത് ഞാനൊരു തമിഴ് ചാനൽ, യൂട്യൂബ് ചാനൽ നോക്കി കണ്ടതാണ്. തേങ്ങ ഒന്നും അരയ്ക്കേണ്ട, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ സംഭവം. അപ്പോൾ